പ്രണയത്തിന് പ്രായമൊരു പ്രശ്നമാണോ? എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല. പ്രണയിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാണോ പ്രണയിക്കണ്ടേ? അതോ മനസ്സിന്റെ പൊരുത്തം നോക്കിയോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും പ്രാധാന്യം നൽകുന്നത് ആദ്യം പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിനാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നിങ്ങൾ കാണുന്നത് ആർട്ടിക്കിഡോ. നമ്മൾ കാണാൻ പോകുന്നത് അതിമനോഹരമായ ഒരു ആനിമി. ആനിമി ഒന്നും കണ്ടിട്ടില്ലാത്ത എൻ്റെ ജീവിതത്തിലെ ഞാൻ കാണുന്ന ആദ്യത്തെ ആനിമി. എൻ്റെ ഒരു സബ്സ്ക്രൈബർ സ്പെഷ്യലായിട്ട് എന്നോട് ചെയ്യാമോ എന്ന് ചോദിച്ച, ആദ്യമായിട്ടൊരാൾ എന്നോട് ചെയ്യാമോ എന്ന് ചോദിച്ച ഒരു ആനിമി. പേര് ദ ഗാർഡൻ ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ഒരു തോട്ടം. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നന്നായിട്ട് മഴ പെയ്യുന്ന ടോക്കിയോ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നമ്മുടെ കഥാനായകനായ അക്കിസുക്കി നിൽപ്പുണ്ട്. അക്കിസുക്കി അവന്റെ ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അവൻ ഒരു ഫസ്റ്റ് ഇയർ ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. അവൻ കൊടയും ചൂടി ഒരു പാർക്കിലേക്ക് നടക്കുകയാണ് ആ മഴയത്തോടെ. സാധാരണ മഴ വരുമ്പോഴത്തേനും അവൻ അവന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാറായിട്ടുണ്ട്. കാരണം അവന്റെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ അവൻ ഉപയോഗിക്കുന്ന അവന്റെ ഒരു മീഡിയമായിരുന്നു ആ മഴ എന്നത്. അവൻ അങ്ങനെ ആ പാർക്കിലെത്തുന്നു. ആ പാർക്കിൽ അവൻ നോക്കുമ്പോൾ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു സ്ത്രീയും ഇരിപ്പുണ്ട്. ആ സ്ത്രീ രാവിലെ തന്നെ ബിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്ന് കുറച്ച് സ്ത്രീകളുടെ ഷൂസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ ടൈമില് ഇവരെ എവിടെയോ കണ്ടൊരു പരിചയം ഇവന് തോന്നുന്നുണ്ട്. അവര് പക്ഷെ അത് നിരസിക്കുന്നുമുണ്ട്. അപ്പോൾ അവന്റെ റബ്ബർ തെറിച്ച് പുറത്തോട്ട് പോകുന്നു. ആ സ്ത്രീ ആണെങ്കിൽ അതെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുമുണ്ട്. അവൻ അവളോട് നന്ദി പറയുന്നു. ഈ ടൈമില് ആ സ്ത്രീയെ അവന്റെ ആ ഒരു യൂണിഫോം, അവന്റെ സ്കൂളിന്റെ ആ ഒരു ടാഗും കാണുന്നു. ഇത് കാണുന്ന അവള് അവനോട് ഒരു ജാപ്പനീസ് പോയത്തിലൂടെ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ അക്കിസുക്കിക്ക് അവൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. കാരണം അതൊരു കവിതയായിരുന്നു. അക്കിസുക്കിക്ക് വലുതാവുമ്പോൾ ഒരു ഷൂ ഡിസൈനർ ആവണമെന്നാണ് ആഗ്രഹം. അതിനായി അവൻ ധാരാളം പാർട്ട് ടൈം ജോബുകളും ചെയ്യുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തുകയാണ് നമ്മുടെ കഥാനായകൻ അക്കിസുക്കി. അവൻ അവന്റെ മൂത്ത സഹോദരനോടൊപ്പമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഇവരുടെ അമ്മ ഇവരെ രണ്ടുപേരെയും വിട്ടിട്ട് മറ്റെങ്ങോട്ടോ പോയി. അവര് ഇനി എന്നെ അന്വേഷിച്ചു വരരുത് എന്നൊരു കത്തെഴുതിയിട്ടാണ് ഇവരെ ഇട്ടിട്ട് പോയത്. ഈ ഒരു സമയത്ത് അക്കിസുക്കിയുടെ സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇവിടുന്ന് മാറാൻ പ്ലാൻ ചെയ്യുകയാണ്. അതായത് അക്കിസുക്കിയെ ഒറ്റയ്ക്കാക്കിയിട്ട്. ഇത് കേൾക്കുന്ന അക്കിസുക്കി പറയുന്നുണ്ട്, ഇക്കാരണത്താൽ തന്നെയല്ലേ നമ്മുടെ അമ്മയും അവളുടെ പ്രായം കുറഞ്ഞ ബോയ് ഫ്രണ്ടുമായിട്ട് പോയത്. നീ ഈ വീട്ടിൽ നിന്ന് പോകുന്ന പ്ലാന് അവക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന്. പിന്നീട് ഫ്രീ ടൈം കിട്ടിയപ്പോൾ അക്കിസുക്കി അവൻ ആ ഷൂസ് ഒക്കെ മേക്ക് ചെയ്യുവാണ്. ഈ ടൈമില് നേരത്തെ നമ്മുടെ കഥാനായിക യുക്കീനോ ഇവനോട് പറഞ്ഞ ആ ഒരു പോയമില്ലേ, ആ പോയം നമ്മുടെ സഹോദരനോട് ചോദിക്കുന്നു. സഹോദരന് പക്ഷെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവൊന്നുമില്ല. പിന്നീട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. വീണ്ടും മഴ പെയ്യുന്നുണ്ട്. സ്ഥിരം പോലെ തന്നെ നമ്മുടെ അക്കിസുക്കി അന്നത്തെ ക്ലാസ്സും കട്ട് ചെയ്തിട്ട് ആ പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ കഥാനായിക യുക്കീനോ ഇരിപ്പുണ്ട്. അവളുടെ കയ്യില് ബിയറുമുണ്ട്. ഈ ടൈമില് നമ്മുടെ അക്കിസുക്കി വളരെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന ഷൂസ് ഒക്കെ ഡിസൈൻ ചെയ്യുവാണ്. ഈ ടൈമില് യുക്കീനോ അവര് തമ്മിൽ ആ ക്ലാസ്സുകളും ഇവളുടെ ജോലിയും സ്കിപ്പ് ചെയ്ത് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അക്കിസുക്കി അവന് പോണമെന്ന് പറഞ്ഞ് പോവുകയാണ്. കാരണം അവൻ ആദ്യത്തെ ക്ലാസ്സുകൾ മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇനി മഴ പെയ്യുമ്പോൾ ഇതേ പാർക്കിൽ വെച്ച് തന്നെ കാണാമെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം താൽക്കാലികമായി പിരിയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മഴയാണെങ്കിൽ നിൽക്കുന്നുമില്ല. നമ്മുടെ യുക്കീനോയും അക്കിസുക്കിയും വീണ്ടും കാണുന്നു, സംസാരിക്കുന്നു. അവർ കൂടുതൽ അടുത്തടുത്ത് വരികയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അക്കിസുക്കി വരയ്ക്കുന്ന ആ ചിത്രത്തിലേക്ക് യുക്കീനോ നോക്കുന്നു. യുക്കീനോയോട് അക്കിസുക്കി നോക്കരുതെന്ന് പറയുമ്പോൾ അക്കിസുക്കിയോട് യുക്കീനോ ചോദിക്കുന്നുണ്ട് അതെന്താ എന്ന്. എന്നിട്ട് അക്കിസുക്കി പറയുന്നുണ്ട്, എനിക്കൊരു ഷൂ ഡിസൈനർ ആവാനാണ് ആഗ്രഹമെന്ന്. പക്ഷെ ഇത് ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്ന യുക്കീനോ പറയുന്നുണ്ട്, അത് നീ എന്തിനാണ് മറച്ചു വെക്കുന്നത്? നിന്റെ ആഗ്രഹങ്ങളൊന്നും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. ഇത് ആദ്യമായി അറിയുന്ന ആള് യുക്കീനോ ആണ്. അടുത്ത ദിവസം അവന്റെ സാറ്, നമ്മുടെ കഥാനായകന്റെ സാറ് അവനെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്. കാരണം കുറെ ദിവസങ്ങളായി ഇവൻ കൂടുതൽ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അക്കിസുക്കിക്ക് ഇതൊന്നും വലിയ കാര്യമായിരുന്നില്ല. അവൻ വീണ്ടും മഴയ്ക്കായി കാത്തിരുന്നു. ഇവന് ക്ലാസ്സുകളും സ്കിപ്പ് ചെയ്യാം, ആ കൂട്ടത്തിൽ തന്നെ യുക്കീനോയും കാണാം. അവരുടെ പ്രായ വ്യത്യാസം അവനൊരു പ്രശ്നമായിരുന്നില്ല. അവൻ യുക്കീനോയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. യുക്കീനോയും അക്കിസുക്കിയും വീണ്ടും കണ്ടുമുട്ടുകയാണ്. മഴയും പെയ്യുന്നുണ്ട്.
ഈ ഒരു സമയത്തൊക്കെ യുക്കീനോ എന്തോ മറയ്ക്കുന്നതായിട്ട് അക്കിസുക്കിക്ക് തോന്നി. അവൻ വിചാരിച്ചു കൂടുതൽ ലീവ് എടുത്തത് കാരണം അവൾക്ക് അവളുടെ ജോലി നഷ്ടമായി. അക്കിസുക്കി ഇതിനിടയിൽ യുക്കീനയെ ഉപദേശിക്കുന്നുമുണ്ട്. രാവിലെ തന്നെ എന്നും ബിയർ അടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന യുക്കീനോ ചോദിക്കുന്നുണ്ട്, ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റായ നിനക്ക് ഇത്രയും അറിവുണ്ടോ എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് യുക്കീനോ അവളുടെ കയ്യിലുള്ള ഫുഡ് ഓപ്പൺ ചെയ്യുന്നതാണ്. ഈ ടൈമിൽ എടുക്കരുത് എന്ന് പറയുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അക്കിസുക്കി അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കുന്നു. വായിൽ വെക്കാൻ പോലും അത് കൊള്ളില്ലായിരുന്നു. ഇതെന്തൊരു ആഹാരമാണ് എന്ന് അക്കിസുക്കി യുക്കീനോട് ചോദിക്കുന്നു. യുക്കീന പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് ആഹാരം ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്ന്. പിന്നീട് ആഹാരം കഴിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കഥാനായകൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് അവൻ അവന്റെ സ്വപ്നങ്ങൾ കാണുകയാണ്. സ്വപ്നങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല, അവന്റെ ഷൂ മേക്കിങ്ങിനെ കുറിച്ചുമായിരുന്നില്ല, മറിച്ച് ഡിവേഴ്സിന് മുമ്പുള്ള അവന്റെ പാരന്റ്സ്. ആ കൂട്ടത്തിൽ തന്നെ അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഷൂ അവർക്ക് കൊടുത്തതും അവൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ യുക്കീനോയാണ്. വീട്ടിലെത്തുന്ന യുക്കീനോയെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടായ ടക്കേറ വിളിക്കുന്നുണ്ട്. അവളുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ടായിരുന്നു. പക്ഷെ ഇവക്ക് അവനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം മറ്റൊന്നുമല്ല, അവൾ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്നതിന് പകരം മറ്റാരോ പറയുന്ന വാക്കുകളൊക്കെയാണ് അവൻ വിശ്വസിച്ചത്. ചിലപ്പോൾ അതാവാം ഇവര് തമ്മിലുള്ള ബ്രേക്കപ്പിന് കാരണം. ടക്കേറ യുക്കീനോയോട് അവളുടെ രാജിക്കത്തിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. അവള് പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നീട് വീണ്ടും നേരം പുലർന്നു. നമ്മുടെ യുക്കീന നോക്കുമ്പോൾ നന്നായി മഴ പെയ്യുന്നുണ്ട്. അവൾ വളരെ സന്തോഷവതിയാവുകയാണ്. അവൾ ഓടിപ്പോയി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് വളരെ വേഗത്തിൽ തന്നെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ നമ്മുടെ അക്കിസുക്കിയെ കാണാനായിട്ട് ആ പാർക്കിൽ വരുവാണ്. അവിടെ വെച്ച് അവൾ അവനിക്ക് ഒരു ഹാൻഡ് മെയ്ഡ് ഷൂസ് എന്നൊരു മാഗസിൻ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അത് കാണുന്ന അവന് വളരെ സന്തോഷമാവുന്നുണ്ട്. അത് വളരെ വിലയുള്ള മാഗസിനാണ്, ഇവൻ വളരെ ആഗ്രഹിച്ചതും. ഈ ടൈമില് നമ്മുടെ നായകൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യം നിർമ്മിക്കുന്ന ഷൂ ആർക്ക് നൽകണമെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല എന്ന്. ഇത് കേൾക്കുന്ന യുക്കിനോ പറയുന്നുണ്ട്, അത് നീ എനിക്ക് തന്നെ തന്നേക്ക്. നിന്റെ കൈകൊണ്ട് നീ ആദ്യമായി നിർമ്മിച്ച ആ ഷൂ എനിക്ക് തന്നെ തന്നേക്കാൻ. എന്നിട്ട് അവളുടെ പാദങ്ങളുടെ അളവ് അവൻ എടുക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് പോലും നമ്മുടെ യുക്കീനോയുടെ പേരോ അവളുടെ വയസ്സോ അവളുടെ ജോലിയോ ഒന്നും നമ്മുടെ അക്കിസുക്കിക്ക് അറിയില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ അക്കിസുക്കിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ യുക്കീനോയ്ക്കായി കൂടുതൽ കൂടുതൽ പ്രണയത്തിലേക്ക് വീഴുകയാണെന്ന്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത ഒരു കഫേയിലിരുന്ന് മഴക്കാലം അവസാനിക്കാറായി എന്ന വാർത്ത കേൾക്കുന്ന യുക്കീനോയാണ് നമ്മൾ കാണുന്നത്. യുക്കീനോയ്ക്ക് ഇതിലൊരു സന്തോഷമുണ്ട്. കാരണം ഇനി അക്കിസുക്കിക്ക് അവന്റെ ക്ലാസ്സുകൾ മിസ്സാവില്ല. പക്ഷെ അവൾ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു, ഈ മഴക്കാലം ഒരിക്കലും അവസാനിച്ചിരുന്നില്ല എങ്കിലെന്ന്. കാരണം ഇവക്ക് എന്നുമെന്നും രാവിലെ നമ്മുടെ അക്കിസുക്കിയെ കാണാൻ സാധിക്കുമായിരുന്നു. അവളുടെ ശോകകരമായ ദിവസങ്ങൾ അവനാണ് ഒരു പൂന്തോട്ടമാക്കി മാറ്റിയത്. എന്നിരുന്നാലും എന്തോ പ്രതീക്ഷകളുടെ പുറത്ത് ഒരു വേനൽക്കാലത്ത് പകല് അവൾ ആ പാർക്കിലേക്ക് വീണ്ടും പോയി. പക്ഷെ അവിടെ അക്കിസുക്കി ഉണ്ടായിരുന്നില്ല, മറിച്ച് രണ്ട് കപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ പാർക്ക് അവക്ക് പഴയതുപോലെ ഫീല് ചെയ്തില്ല. കാരണം അവൾ ആഗ്രഹിച്ച ആൾ അവിടെ ഇല്ലായിരുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ കഥാനായകൻ അക്കിസുക്കിയെ കാണിക്കുകയാണ്. അവനെ അവന്റെ സഹോദരനും അവന്റെ ഗേൾഫ്രണ്ടും ഒരു ഡിന്നറിനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. കാരണം വീട് മാറാൻ അവരെ ഇവൻ ഒരുപാട് സഹായിച്ചിരുന്നു. പക്ഷെ അവൻ അത് നിരസിക്കുകയാണ്. കാരണം അവന് പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു. മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം എത്തിയപ്പോൾ നമ്മുടെ കഥാനായിക യുക്കീനയുടെ ദിവസങ്ങൾ പഴയതുപോലെ ശോകകരമായി. ഇതേ സമയം തന്നെ നമ്മുടെ അക്കിസുക്കി ആകട്ടെ വളരെ കഷ്ടപ്പെട്ട ആ ഹോളിഡേ ടൈമില് ജോലി ചെയ്യുകയാണ്. അവന് കോളേജിലേക്കുള്ള ഫീസും അതുപോലെ തന്നെ യുക്കീനോയ്ക്ക് വേണ്ടിയുള്ള ഷൂവിന് വേണ്ട കാര്യങ്ങളുമൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പണം ആവശ്യമായിരുന്നുവല്ലോ. അങ്ങനെ അവധിക്കാലം അവസാനിച്ചു. നമ്മുടെ അക്കിസുക്കി വീണ്ടും സ്കൂളിലേക്ക് എത്തി. അവൻ അവന്റെ സുഹൃത്തുക്കളായ സാറ്റോടെയും മോട്ടോടെയും കൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് ടീച്ചേഴ്സ് ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. സാറ്റോ അങ്ങനെ ഒരു ടീച്ചറുടെ പേര് അവിടെ നിന്ന് വിളിക്കുകയാണ്. അത് മറ്റു പേരൊന്നും അല്ലായിരുന്നു, യുക്കീനോ എന്നായിരുന്നു. നമ്മുടെ അക്കിസുക്കി പെട്ടെന്ന് ആ ടീച്ചറുടെ മുഖം കാണാൻ തിരിയുമ്പോൾ അവൻ അതിശയിക്കുകയാണ്. അത് മറ്റാരുമല്ല, അവൻ കണ്ട ആ ഒരു സ്ത്രീ തന്നെയായിരുന്നു, അതായത് യുക്കീനോ തന്നെ. ഈ ഒരു സമയത്ത് സാറ്റോയും മറ്റു പെൺകുട്ടികളും യുക്കീനോയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ടീച്ചറെ ഇവിടുന്ന് പോവല്ലേ, നിങ്ങളെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുമെന്ന്. അതായത് നമ്മുടെ യുക്കീനോ ഈ സ്കൂളിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. ഇത് അവളുടെ അവിടെയുള്ള അവസാന ദിവസമാണ്. ഈ കാര്യമാണ് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടായ ടക്കേറ ഇവളോട് പണ്ട് മെസ്സേജ് അയച്ച് ചോദിച്ചത്. ഇനി നമ്മൾ കാണുന്നത് റൂഫ് ടോപ്പില് യുക്കീനോയെ കുറിച്ച് മോട്ടോയോട് തിരക്കുന്ന നമ്മുടെ കഥാനായകൻ
അക്കിസുക്കിയാണ്. അവൻ പറയുന്നുണ്ട്, അവരിവിടുത്തെ ഒരു ടീച്ചറായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് അവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ മോട്ടോ പറയുന്നുണ്ട്, നീ വല്ലപ്പോഴും സ്കൂളിൽ വരണം, എന്നാൽ മാത്രമല്ലേ ടീച്ചർമാരെയൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന്. എന്നിട്ട് യുക്കീനയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അവർ പറയുകയാണ്. അതായത് യുക്കീനോ അവരുടെ സ്കൂളിലെ ഒരു തേർഡ് ഗ്രേഡ് ടീച്ചറാണ്. അവൾ ലിറ്ററേച്ചറാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ അക്കിസുക്കിയുടെ ക്ലാസ്സിൽ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത് ടഖേറ ആണ്. ഇവളിൽ സ്കൂളിൽ നിന്നും പോകാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, തേർഡ് ഗ്രേഡിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അതായത് അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് നമ്മുടെ യുക്കീനോയെ ഇഷ്ടപ്പെടുകയാണ്, പ്രണയിക്കുകയാണ്. ഇത് പക്ഷെ അവക്ക് ഇഷ്ടമായിരുന്നില്ല. ആയതിനാൽ തന്നെ നമ്മുടെ യുക്കീനോയെ കുറിച്ച് ധാരാളം റൂമേഴ്സ് അവർ ആ സ്കൂളിലാകെ പറഞ്ഞു പരത്തുകയാണ്. ഇങ്ങനെയാണ് ടക്കേറ വരെ യുക്കീനോയുമായി ബ്രേക്കപ്പിൽ എത്തിയത്. ഇത് കേൾക്കുന്ന അക്കിസുക്കി ആ പെൺകുട്ടിയുടെ പേര് അവരോട് ചോദിക്കുന്നു. പേരവർ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇവൻ ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ആ പെൺകുട്ടി ഒരു ഗ്യാങ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇവൻ അവിടെ പോയി ആ പേര് വിളിക്കുന്നു. അവിടെ പോയപ്പോൾ വീണ്ടും അവള് നമ്മുടെ യുക്കീനോയെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട അക്കിസുക്കിക്ക് സഹിച്ചില്ല. അവൻ അവളുടെ മുഖം നോക്കി ഒരടി കൊടുക്കുകയാണ്. ഇത് കണ്ട് ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവനെ എടുത്തിട്ട് പെരുമാറുകയുമാണ്. അടുത്ത ദിവസം മഴയൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും അക്കിസുക്കി യുക്കീനോയെ കാണാൻ ആ പാർക്കിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അവന്റെ ശരീരത്തെ മുറിവുകളും പരിക്കുകളും കണ്ട അവള് എന്താണ് സംഭവിച്ചതെന്ന് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ആദ്യം കാര്യം പറയുന്നില്ലെങ്കിലും പിന്നീട് ഇവൻ അവളോട് കാര്യങ്ങൾ പറയുകയാണ്. ഈ മഴയില്ലാത്ത സമയത്തും ആ പാർക്കിലേക്ക് വന്ന അക്കിസുക്കിയെ കണ്ട് യുക്കീനോ അതിശയിക്കുകയാണ്. അന്നിവള് അവനോട് ഒരു പോയം പറഞ്ഞില്ലേ, ഒരു ജാപ്പനീസ് പോയം, അതിന് മറുപടിയായിട്ട് മറ്റൊരു പോയം ഇവളോട് അവൻ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിശക്തമായ വേനൽ മഴ അവിടെ പെയ്യുകയാണ്. ഈ സമയത്ത് യുക്കീനോ അക്കിസുക്കിയെ കൂട്ടിക്കൊണ്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അവിടെ അവന്റെ വസ്ത്രങ്ങൾ അവൾ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാറാനായിട്ട് മറ്റൊരു വസ്ത്രവും അവൾ ഇവന് നൽകുന്നുണ്ട്. ഇവന് വേണ്ടി ഫുഡൊക്കെ അവൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ടൈമില് നമ്മുടെ അക്കിസുക്കി അവന്റെ പ്രണയം ഇവളോട് തുറന്നു പറയുകയാണ്. ഇവക്കും അവനോട് ചെറിയ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവള് പറയുന്നുണ്ട്, ഞാനൊരു ടീച്ചറും നീ ഒരു സ്റ്റുഡന്റുമാണ്. പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജന്മസ്ഥലമായ ഷിക്കോക്കോയിലേക്ക് പോവുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ അക്കിസുക്കി ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഉണങ്ങുക പോലും ചെയ്യാത്ത അവന്റെ യൂണിഫോം എടുത്തിട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് കാണുന്ന യുക്കീനോയ്ക്ക് വളരെ സങ്കടമാവുന്നുണ്ട്. അവക്കറിയാം പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടെന്ന്. പിന്നീട് അവൾ ഇവന് മൊത്തമുള്ള നിമിഷങ്ങളൊക്കെ ആലോചിച്ച് നോക്കുവാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇവൾ അവന്റെ പുറകെ വെച്ച് പിടിക്കുകയാണ്. ഓടിയെത്തുന്ന ഇവൾ സ്റ്റേഴ്സിന്റെ അവിടെ വെച്ച് തന്നെ നമ്മുടെ നായകനെ കാണുകയാണ്. ഇവളെ കാണുന്ന അവൻ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളെ കണ്ട ഓരോ നിമിഷവും ഞാനിപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. രാവിലെ തന്നെ ബിയർ അടിക്കുന്ന ഒരു സ്ത്രീയെ. നിങ്ങൾ എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ സീക്രട്ടുകൾ ഞാൻ നിങ്ങളോട് പറയുകയില്ലായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ യുക്കീനോ വളരെ സങ്കടത്തോടു കൂടി തന്നെ കരഞ്ഞുകൊണ്ട് ഇവനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഇവൾ പറയുന്നുണ്ട്, അവളുടെ ഹൃദയം അവൾ അവിടെ തുറക്കുകയാണ്. അതായത് എന്റെ ശോകം നിറഞ്ഞ പകലുകളും സ്കൂളിലേക്ക് പോകാനുള്ള പേടിയുമെല്ലാം മാറ്റി തന്നത് നീ മാത്രമാണ് അക്കിസുക്കി എന്ന്. പിന്നെ നമ്മൾ കാണുന്നത് ഷോ നിർമ്മിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതുമായ നമ്മുടെ അക്കിസുക്കിയാണ്. അക്കിസുക്കി ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തായിരിക്കും നമ്മുടെ കഥാനായിക ചെയ്യുന്നതെന്ന്. യുക്കീനോ ആകട്ടെ അവളുടെ ആ ഒരു സ്ഥലമില്ലേ ഷിക്കോക്കോ, അവിടുത്തെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് യുക്കീനോ അയച്ച് കത്ത് വായിക്കുന്ന നമ്മുടെ കഥാനായകൻ അക്കിസുക്കിയാണ്. എന്നിട്ട് ഇവൻ നിർമ്മിച്ച ആ ഷൂ ഇല്ലേ, അത് അവരെന്നും ഇരിക്കുന്ന യുക്കീനോയുടെ ബെഞ്ചിൽ അവൻ അവിടെ വെച്ചിട്ട് പോവുകയാണ്. അവൻ എന്നിട്ട് യുക്കീനോയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ കരിയറിൽ വിജയിച്ചു കഴിഞ്ഞ് എനിക്ക് പണം ഉണ്ടായിക്കഴിഞ്ഞ് തീർച്ചയായും ഷിക്കോക്കോയില് നിന്നെ കാണാൻ ഞാൻ വരുമെന്ന്. ഇതോടുകൂടി ഈ മനോഹരമായ ആനിമി ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ആനിമി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്തോ എനിക്ക് ഇന്നത്തെ ഈ ആനിമി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിന്തിച്ചിരുന്നത് ഈ ആനിമി എന്നൊക്കെ പറയുമ്പം ഒരു ഫീലും ഇല്ലാത്ത പണ്ട് കാർട്ടൂണൊക്കെ കാണില്ലേ, പോക്കിമോൻ, ആ ഒരു ടൈപ്പിലുള്ള കാര്യമാണെന്നാണ്. പക്ഷെ ഇതുപോലെ സിനിമയെ പോലൊക്കെ ഒരു ഫീല് തരുന്ന സംഭവമെന്ന് ഞാൻ ഈ ഒരു ആനിമി കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത്. തീർച്ചയായും ഇനിയും ഞാൻ ഒരുപാട് ആനിമീസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ.